ഹായ് കൂട്ടുകാരെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനപ്പോൾ ഒന്ന് ഉള്ളിത്തണ്ട് വെച്ചിട്ട് ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. ഉപ്പേരിക്കില്ല ഉള്ളിത്തണ്ട് പറിക്കാം നമുക്കിന്ന് കുറച്ച് നല്ലത് നോക്കിയിട്ട്. ഉള്ളിത്തണ്ട് മാത്രമല്ല കേട്ടോ, ഞാൻ ഇതിൻ്റെ ഒന്ന് നമ്മുടെ മൂപ്പത്താത്ത പച്ചമുളക് ഉണ്ടല്ലോ, പച്ചമുളക് കുറച്ച് മൂപ്പത്താത്തത് വേണം. നല്ല മൂപ്പത്തി കഴിഞ്ഞാൽ നല്ല എരിവ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട, നമുക്കിങ്ങനെ മൂപ്പത്താത്ത കുറച്ച് പച്ചമുളകും കൂടി ഇതിൻ്റെ ഒന്നിച്ച് ചേർക്കണം. അന്നേരം അത് നല്ലൊരു ടേസ്റ്റാണ്. ഇത് മാത്രം ഉപ്പേരി വെക്കലുണ്ടല്ലോ നമ്മൾ, മൂപ്പത്താത്ത പച്ചമുളക് മാത്രം ഉപ്പേരി വെക്കലുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഇത് രണ്ടും കൂടി വെക്കുമ്പോൾ നല്ല രസമുണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. നമുക്ക് ഉള്ളിത്തണ്ട് തോരൻ വെക്കാനില്ലേ തണ്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മൂപ്പത്താത്ത ഒരു 10 പച്ചമുളക് ഉണ്ടാവും, പച്ചമുളകും മുറിച്ച് വെച്ചിട്ടുണ്ട്. കറിവേപ്പില, വറ്റൽമുളക് വറുത്തിടാൻ വേണ്ടിയിട്ടില്ലേ, പിന്നെ കുഞ്ഞുള്ളി അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു അരക്കപ്പ് തേങ്ങ, കടുക്, പിന്നെ ഉപ്പ്. ഇത്ര സാധനം മതി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് തുടങ്ങാം ഉപ്പേരി ഉണ്ടാക്കാൻ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് അതിലേക്ക് ലേശം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 2 വറ്റൽമുളകും കൂടി ഇടാം. കറിവേപ്പിലയും കൂടി ഇട്ടു. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതിനൊന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാം. ബ്രൗൺ കളറൊന്നും ആവണ്ട. ഒരു 2 മിനിറ്റ് സമയം നമുക്കിതിനെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് അരിഞ്ഞ് വെച്ചതും കൂടി ചേർക്കാം. ഇതിനൊന്ന് ഉപ്പും കൂടി ചേർക്കാം. നമ്മുടെ ഉള്ളിത്തണ്ടും കൂടി ചേർത്ത് കൊടുക്കാം. അതിൽ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് സിമ്മിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് സമയം കുക്ക് ചെയ്യാം. അടച്ച് വെച്ച് നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. തീ സിമ്മിൽ വെക്കണേ.
ഉള്ളിത്തണ്ട് ഉപ്പേരി റെഡിയായി. അങ്ങനെ നമ്മൾ ഉള്ളി ഉപ്പേരിയിലെല്ലാം മണം തന്നെ വരുന്നുണ്ട് ഇനി. ഉള്ളി തീയലുണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്നൊരു മണമുണ്ടല്ലോ, അതേ മണം. തീ ഓഫ് ചെയ്യാൻ. ഉള്ളിത്തണ്ട് ഉപ്പേരി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമെല്ലാം വരുന്നുണ്ട്. നമ്മൾ ഉള്ളി തീയലെല്ലാം ഉണ്ടാക്കുമ്പോൾ ഇല്ലേ മണം വരുന്നില്ലേ, അതേ കണക്ക് തന്നെ. ഉള്ളിയുടെ കുഞ്ഞുള്ളിയിൽ ഇട്ടിട്ടുണ്ടല്ലോ, പിന്നെ അതുകൂടാതെ ഉള്ളിത്തണ്ടിൻ്റെയും കൂടി ആ ഇത് വരുമ്പോൾ ശരിക്കും ഉള്ളി തീയലിൻ്റെ എല്ലാം മണം വരുന്നുണ്ട്. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.